തങ്കമണി ബാങ്കിലെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ ഇട്ടെന്ന അനന്തകൃഷ്ണന്റെ വാദം തള്ളി ബാങ്ക് സെക്രട്ടറി. വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. CV വർഗീസിനോ CPIMനോ ബാങ്കിൽ അക്കൗണ്ടില്ല. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസിന് ബാങ്കുമായി ഇടപാടുണ്ടായിരുന്നത് 2 വർഷം മുൻപാണ്. അന്നുണ്ടായിരുന്നത് ലോൺ മാത്രം. ഒരു അക്കൗണ്ടിലേക്കും 25 ലക്ഷം രൂപ വന്നിട്ടില്ല. ഏത് ഏജൻസിക്കും രേഖകൾ പരിശോധിക്കാമെന്നും ബാങ്ക് സെക്രട്ടറി സുനീഷ് കെ സോമൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലാണ്. ഈ ബാങ്കിലേക്ക് പണം അയച്ചു എന്നുള്ളതായിരുന്നു അനന്തകൃഷ്ണൻ്റെ മൊഴിയായി പുറത്തു വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ ബാങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കാനാണ് വന്നിരിക്കുന്നത്. സെക്രട്ടറി ആണ്. സാറേ, പേര്? സുനീഷ് കെ സോമൻ. ഈ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് 25 ലക്ഷം രൂപ CV വർഗീസിന് ഈ തങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാതിവില തട്ടിപ്പ് കേസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ CV വർഗീസിന് 25 ലക്ഷം രൂപ തങ്കമണി സർവീസ് ബാങ്കിൽ നിന്ന് കൈമാറി എന്നുള്ളത് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. ശ്രീ CV വർഗീസിന് ഈ ബാങ്കിൽ 2 വർഷം മുമ്പ് വരെ വായ്പ ഉണ്ടായിരുന്നു. ആ വായ്പ ഇടപാടുകൾ അവസാനിപ്പിച്ച പിന്നെ അദ്ദേഹം ഇതുമായിട്ട് യാതൊരു അക്കൗണ്ട് ഇടപാടുകളൊന്നും നടത്തിയിട്ടില്ല. ഈ ഒരു 25 ലക്ഷം രൂപ ഇങ്ങനെ ഈ ബാങ്കിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. കാരണം ബാങ്കിലെ അക്കൗണ്ടെല്ലാം സുതാര്യമാണ്, നിയമപരമാണ്. ഒരിക്കലും നമ്മുടെ ബാങ്കിൽ അങ്ങനെ ഇടപാട് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. തുക വന്നിട്ടില്ല. ഈ CPMന്റെ ഏരിയ കമ്മിറ്റിക്കോ ലോക്കൽ കമ്മിറ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഇതുമായിട്ട് നമ്മുടെ ബാങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയായി ബന്ധപ്പെട്ട ഒന്ന് അക്കൗണ്ട് നമ്മുടെ ബാങ്കിലില്ല. അക്കൗണ്ട് എടുത്തിട്ടുമില്ല. വാർത്ത തികച്ചും തെറ്റാണ്. ഇപ്പം നമ്മുടെ ഇത് ഏത് ഏജൻസിക്ക് നിയമപരമായിട്ട് നമ്മുടെ രേഖകൾ പരിശോധിക്കാവുന്നതാണ്, അന്വേഷിക്കാവുന്നതാണ്. അപ്പം തന്നെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളുള്ളൂ. എന്തായാലും ആ ഒരു ആരോപണങ്ങൾ പൂർണ്ണമായും ബാങ്കും നിഷേധിക്കുകയാണ്. മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് ഇത്തരം ഒരു തുക വന്നിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ CPMുമായി ബന്ധപ്പെട്ടോ CV വർഗീസുമായി ബന്ധപ്പെട്ടോ ഇവിടെ അക്കൗണ്ടുകളോ അങ്ങനെ പണമിടപാടുകളോ നടന്നിട്ടില്ല എന്നുള്ളതാണ് ബാങ്ക് സെക്രട്ടറി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.